ആൾക്കാർക്ക് കണക്ട് ഇപ്പോഴും അത് ആയെന്നുണ്ടെന്ന്. അറിയുമെന്ന് അറിയില്ല. ഒരു വലിയ എക്സ്പെരിമെന്റ് ആയിരുന്നു ആക്ച്വലി. അതെ. അത് അതൊരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ടില് റൊമാൻറ്റിസൈസ് ചെയ്ത് പാട്ടും മ്യൂസിക്കും വിഷ്വലും ഒക്കെ വെച്ചിട്ട് അതിന്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പറയാൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പം അങ്ങനെ ദുൽഖറിന്റെ ഒരുപാട് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. അനുപമ വരുന്നത്, നസ്രിയ വരുന്നത്, അതൊക്കെ ഡിക്വിന്റെയും ഗ്രിഗറിയുടെയും ഒക്കെ ഇൻവോൾവ്മെന്റ് അതിൽ കൃത്യമായി. അഭിലാഷമാണ് സംഭവിച്ചത്. അത് എനിക്ക് തോന്നുന്നു അഭിലാഷത്തിലേക്ക് എത്തുമ്പോൾ എന്റെ ഒരു ഒരു ഐഡിയ എന്ന് പറയുന്നതും ഇപ്പം മണിയറയൽ അശോകന്റെ ഒക്കെ ഒരു ടെംപ്ലേറ്റിനകത്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് അഭിലാഷം എന്ന് പറയുന്നത്. അപ്പം ആ സിനിമയുടെ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവമുള്ള സിനിമ ചെയ്യുമ്പോൾ അതിന്റെ തന്നെ ഒരു ഓൾമോസ്റ്റ് ക്രൂ ഒരുമിച്ച് ചെയ്യുമ്പം കുറച്ചുകൂടി ബെറ്റർ ആവുന്ന ഒരു സിനിമ ആവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അതായിരുന്നു നമ്മുടെ വിഷൻ. ഒരു വേറൊരു സിനിമയായിരുന്നു ചെയ്യാനിരുന്നത്. ആ സിനിമയുടെ വർക്കുകളും കാര്യങ്ങളും അതിന്റെ സ്ക്രിപ്റ്റിംഗ്, അതിന്റെ ഇനീഷ്യൽ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ആ സിനിമയുടെ ഒരു ബജറ്റും കാര്യങ്ങളൊന്നും അപ്പോഴത്തെ ഒരു സിനാരിയോയിലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഒന്ന് ഓപ്പൺ അപ്പ് ആയത്. കോഴ്സ് നമ്മളത് ഷൂട്ട് ചെയ്തതും നമ്മൾ ആഗ്രഹിച്ചതും ഒക്കെ തിയേറ്ററിൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രി മൊത്തം നോക്കി കാണുന്ന ഒരു വലിയ സിനിമയാണ്. അപ്പം സ്ക്രീനുകൾ കൂടുതലും ആ സിനിമക്കാണ് പോയിരുന്നത്. അപ്പൊ നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ സ്ക്രീനുകൾ ലഭിക്കാതെ പോയി. എല്ലാവർക്കും നമസ്കാരം. സ്പോട്ട് ലൈറ്റിന്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അഭിലാഷം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ഷംസു സൈബിയാണ്. വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഹൗസ് ലൈഫ് ആഫ്റ്റർ അഭിലാഷം. ഷംസു ബ്രോ പണ്ട് കണ്ടൊരു അഭിലാഷമാണ് ഇപ്പൊ അഭിലാഷത്തിന്റെ അഭിലാഷത്തിൽ കൂടെ സക്സീഡ് ആയിരിക്കുന്നത്. ലൈക്ക് മുമ്പ് ആ മണിയറയിൽ അശോകനിൽ കൂടെ കിട്ടാത്തൊരു ഫെയിം ഇപ്പൊ അഭിലാഷത്തിൽ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫെയിം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഫെയിമിന് ആൾക്കാരിലോട്ട് അറിയാം. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്ത സിനിമ ആളുകൾക്ക് അറിയാം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള അതാണ് ആക്ച്വലി ആഗ്രഹിച്ചിരുന്നത്. അപ്പം ഇപ്പം നമുക്കൊരു അഡ്രസ് ഉണ്ട്. അഭിലാഷത്തിന്റെ ഡയറക്ടർ ആണെന്ന് പറയാൻ ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പം അതാണ് കാര്യമായി വന്നൊരു മാറ്റം. ആസ് എ ഡയറക്ടർ എനിക്കൊരു അഡ്രസ് ഉണ്ടായി, നമ്മുടെ ടീം മെമ്പേഴ്സിനും ഒക്കെ ഒരു അഡ്രസ് ആയി. ഞങ്ങൾക്ക് ഇനി നമ്മൾ ആരാണ് നമ്മുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നമുക്ക് അഭിലാഷം സിനിമയുടെ ആളുകളാണെന്ന് പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈവൻ എഡീസിനെ ആയാലും അടുത്ത പടം നോക്കുന്നുണ്ടെങ്കിൽ അഭിലാഷത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ ഒരു അത്രയും റിവ്യൂസ് ആയാലും ഈവൻ തിയേറ്ററിക്കൽ റിലീസ് കഴിഞ്ഞതിന് ശേഷം OTT-യിലും അത്യാവശ്യം ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അഭിലാഷ് അയാളുടെ സെക്കൻഡ് ചാൻസിലാണ് അയാളുടെ ഇഷ്ടം തുറന്നു പറയുക എന്ന് പറയുന്ന ആളുടെ ബേസിക് ആയിട്ടുള്ള വാണ്ട് അയാൾ അച്ചീവ് ചെയ്തത്. അപ്പം നമ്മുടെ സിനിമയും ആക്ച്വലി അതിന്റെ ഒരു സെക്കൻഡ് ചാൻസ് OTT-യിൽ വന്നപ്പോഴാണ് അത് കറക്റ്റ് ഓഡിയൻസിലേക്ക്, അതിന്റെ റൈറ്റ് പീപ്പിൾസിലേക്ക് എത്തിയത്. തിയേറ്ററിൽ ഓഫ് കോഴ്സ് അത് ആളുകളിലേക്ക് എത്തിയിരുന്നു, പക്ഷെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു വലിയൊരു ജനക്കൂട്ടത്തിലേക്ക് അത് എത്തിയിട്ടില്ല. എന്നാൽ പോലും അപ്പോഴും നമുക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പക്ഷെ കുറച്ചുകൂടെ ഒരു വൈഡർ റീച്ചിലേക്ക് ഇപ്പൊ തമിഴിൽ നിന്നൊക്കെ നമ്മളെ സിനിമ കണ്ട ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നു. അത്തരത്തിലുള്ള ഒരു ബാരിയേഴ്സ് ഇല്ലാതെ സിനിമ ഒരു വലിയ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തി. അപ്പം അത് അങ്ങനെ സംഭവിച്ചത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. ഈ അഭിലാഷത്തിന്റെ പോസ്റ്റർ ഞാൻ കണ്ടപ്പോ ഈ ഷംസു സൈബാന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോ എനിക്ക് ഓൾറെഡി കണക്ട് ചെയ്ത മറ്റേ മണിയറയിലെ അശോകനായിരുന്നു. ഞാനത് ആ ഒരു OTT റിലീസിന്റെ സമയം ഞാൻ കാത്തിരുന്ന് കണ്ടിരുന്ന ഒരു പടം. കാരണം അന്നും സോഷ്യൽ മീഡിയാസിൽ നല്ലൊരു ബസ് ഉണ്ടായിരുന്നു. കാരണം DQ, വേഫെയറർ പ്രൊഡക്ഷൻസ്, ദുൽഖർ സൽമാൻ, നസ്രിയ, അനുപമ, അപ്പൊ അത്ര ആ ഒരു റിലീസ് സമയം അത്യാവശ്യം നല്ല, പിന്നെ ഡയറക്റ്റ് OTT പടം എല്ലാം ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു പടമാണ്. ഇപ്പൊ ഷംസു ബ്രോയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു തിയേറ്ററിക്കൽ റിലീസ് ആക്കാമായിരുന്നു എന്നുള്ള ഒരു തോട്ട് ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് OTT മെറ്റീരിയൽ ആയിരുന്നു എന്നുള്ളൊരു
തോട്ടായിരുന്നു. ലൈക്ക് അല്ല, ഫസ്റ്റ് ഡെബ്യൂട്ട് പടമായിരുന്നല്ലോ. അപ്പൊ ഏതൊരു ഡയറക്ടറിനും ഡെബ്യൂട്ട് പടം ബിഗ് സ്ക്രീനിൽ കാണാനായിരിക്കും ആഗ്രഹം. നമ്മളൊരിക്കലും ഇപ്പം മണിയറയിൽ അശോകൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോവിഡ് വരുമെന്നോ OTT ഇത്രത്തോളം ഓപ്പൺ അപ്പ് ആവുമെന്നോ നമ്മൾ ചിന്തിക്കുന്ന പോലില്ല. Yeah. ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് അതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സിൽ നടക്കുമ്പോഴാണ് കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ആയി. ഈ സിനിമ ഇനി ഇറങ്ങുമോ ഇല്ല എന്നുള്ള പോലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമുക്കിനി തിയേറ്ററുകൾ വീണ്ടും ഓപ്പൺ ആവുമോ എന്ന് പോലും അറിയാത്തിടത്താണ് OTT എന്ന് പറയുന്ന ഒരു സാധ്യത വരുന്നു. നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ആയിട്ടുള്ള ആദ്യത്തെ സിനിമയായിട്ട് അത് സംഭവിക്കുന്നത്. സിനിമ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു സാധ്യത അന്ന് ഓപ്പൺ അപ്പ് ആയത്. ഓഫ് Yeah. കോഴ്സ് നമ്മൾ അത് ഷൂട്ട് ചെയ്തതും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ തിയേറ്ററിൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആം, പക്ഷെ അതിന്റെ ആ സിനിമയുടെ ഒരു വിധി അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ ഹാപ്പിയാണ്. അത് എല്ലാ കാലത്തും ആദ്യത്തെ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ മലയാളം മൂവി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതെ. ദുൽഖർ സൽമാൻ പോലൊരു വലിയൊരു പ്രൊഡ്യൂസർ വലിയൊരു ബാനറിന്റെ കീഴിൽ വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത ഒരുപാട് സ്റ്റാർസ് ഉള്ള മിൻവേഫറിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന രീതിയിലൊക്കെ നമുക്കൊരു അറ്റൻഷൻ കിട്ടിയ ഒരുപാട് ആൾക്കാർ നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ച പടം കൂടിയാണ് നമ്മുടെ പടം. അതെ. അപ്പം കാരണം നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു OTT പടം ആർക്കായാലും കാണാൻ താല്പര്യമുണ്ടോ? നെറ്റ്ഫ്ലിക്സിന്റെ ഫസ്റ്റത്തെ ഒരു OTT പടം എന്ന് വരുമ്പോൾ. യെസ് 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 അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റിലും കുറെ പേര് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മണിയറയിൽ അശോകൻ. യെസ് ഓഫ് കോഴ്സ്. അപ്പൊ അതങ്ങനെ ആ സിനിമയുടെ ആ സിനിമയ്ക്ക് വിധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു റിലീസായിരുന്നു. നമ്മളതിൽ ഹാപ്പിയാണ്. നമ്മളതില് സിനിമ റിലീസാവുക, ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത്. അഭിലാഷത്തിന്റെ സമയത്ത് അഭിലാഷ് എങ്ങനെയായാലും തിയേറ്ററിൽ ഇറങ്ങണം, തിയേറ്റർ പടമായിട്ട് തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹം അഭിലാഷം തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ അഭിലാഷത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഈ ഡയറക്റ്റ് OTT പോലുള്ള സാധ്യതകൾ വീണ്ടും ഇല്ലാതായിട്ടുണ്ടായിരുന്നു, അതെ, മാർക്കറ്റ് കുറഞ്ഞു. മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മലയാള സിനിമ ഏറ്റവും ഇപ്പോൾ ഭയങ്കര സാറ്റലൈറ്റ് ആൻഡ് OTT റൈറ്റ്സ് സെല് ചെയ്യാനാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. ബട്ട് അഭിലാഷ് എനിക്ക് തോന്നുന്നു റിലീസിന് മുമ്പേ പ്രൈം നൈറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതോ റിലീസിന് അല്ല, ശേഷം? നമ്മൾ റിലീസിന് മുമ്പ് ഏഷ്യാനെറ്റ് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാറ്റലൈറ്റ് ഓൾറെഡി ബ്ലോക്ക്ഡ് ആയിരുന്നു. സാറ്റലൈറ്റിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ പോകുന്നുണ്ടായിരുന്നു. റിലീസിന് ശേഷമാണ് അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ആവുന്നത്. പക്ഷെ റിലീസിന് മുമ്പേ സിനിമയുടെ ഒരു ബിസിനസ്, സാറ്റലൈറ്റ് ബിസിനസ് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. OTT പറഞ്ഞ പോലെ നമുക്ക് ഓഫറുകൾ ഒബ്വിയസ്ലി എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ആമസോൺ പ്രൈം, മനോരമ മാക്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് റിലീസിന് ശേഷമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര നല്ല തീരുമാനമായിരുന്നു ആക്ച്വലി. ഓക്കെ. കാരണം റിലീസായി ഒരു മാസം കഴിയുമ്പം നമ്മൾ ആക്ച്വലി പടം ഇറങ്ങി ഒരു 3 ആഴ്ചയോളം തിയേറ്ററിൽ സിനിമ ഉണ്ടായിരുന്നു. നമുക്ക് റിസീവിങ്സ്, കാണുന്ന ആൾക്കാർ ഭയങ്കര ഹൃദയം കൊണ്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ. പക്ഷെ എല്ലാവർക്കും കാണാൻ നമ്മുടെ സിനിമ ആക്സസിബിൾ ആയിരുന്നില്ല, തിയേറ്ററുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ആ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന്, അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ കേട്ടോണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ സിനിമ OTT വന്നപ്പം, OTT പക്ഷെ ഒറ്റ രാത്രി കൊണ്ടാണ് പരിപാടി മാറിയത്. അതെ. നേരം വെളുത്തപ്പ തൊട്ട് എനിക്ക് തോന്നുന്നു ആളുകൾ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കിട്ടിയതിനേക്കാളും റെസ്പോൺസ് അധികം ആൾക്കാരിലോട്ട് എത്തിയത്. ഇൻസ്റ്റഗ്രാമിന് ഭയങ്കര നന്ദിയുണ്ട്. അതെ, ഭയങ്കര പാട്ടും ആയാലും ഉറപ്പായിട്ടും OTT എത്തിയപ്പോഴാണ് ആൾക്കാർക്ക് ഈ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം ഒന്നുകൂടി അവസരം ഉണ്ടായത്. ഓപ്പൺ ആയത്. അതെ. റിലീസ് സമയം ഇതിന്റെ പ്രൊഡ്യൂസറായ ശങ്കർ ദാസ് സാറില്ലേ, ഉം. ശങ്കർ ദാസ് സാറിന് ഒരു മെർക്കൻഡൈസിന്റെ കാര്യമായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ അഭിലാഷത്തിന്റെ. അപ്പൊ ഉം. സാറിനെ കുറിച്ച് സാറിന്റെ അപ്പൊ എമ്പുരാന്റെ റിലീസായി സംസാരിച്ചപ്പോ സാറ് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പടത്തിലും ആ ഒരു റിലീസ് ഡേറ്റിലും ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹോൾ ടീം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഇപ്പൊ അത് നോക്കുമ്പോ ഈ എമ്പുരാൻ റിലീസ് ക്ലാഷ് റിലീസ് ആയിരുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒരു വൈഡർ ഓഡിയൻസിലോട്ട് എത്തിയേനെ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മള് ഇതില് ഇനി അങ്ങനെ സംസാരിക്കുന്നതിൽ ആക്ച്വലി കാര്യം ഇല്ല ഇല്ല. എന്നുള്ളത് ഉണ്ട്. എന്നാൽ പോലും ഞാൻ അതിലൊരു പോയിന്റ് പറയുന്നത്, നമ്മൾ ആക്ച്വലി സിനിമ ആം, ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത് അതിന്റെ ഒരു പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ റിലീസ് പ്രോസസ്സ് നീണ്ടുപോകുമ്പോൾ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവത്തിൽ ഒരു പെരുന്നാൾ പോലുള്ള ഒരു ഫെസ്റ്റിവലിന് ഇറക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം നമ്മുടെ സിനിമക്ക് അതെ, ഉണ്ടായിരുന്നു, അതെ. അതിന്റെ ഒരു കൾച്ചർ വൈസ്. അപ്പം അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആദ്യം നോക്കിയിരുന്നത്. ഇപ്പൊ ആ സമയത്താണ് കറക്റ്റ് എമ്പുരാൻ പോലെ ഒരു വലിയ സിനിമ വരുന്നത്. ഞങ്ങൾ അതിൽ കണ്ടൊരു പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ആ സമയത്ത് റിലീസ് ചെയ്യുന്നതിന്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അവരുടെ അത്ര ധൈര്യം, ശങ്കരേട്ടനും ആൻഡ് അത്രയും ധൈര്യമൊന്നും ഞങ്ങൾക്ക് ആ കാര്യത്തിലില്ലായിരുന്നു. കാരണം കുറച്ചുകൂടെ സേഫ് പ്ലേ ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അത് ഓഫ് കോഴ്സ് പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനമാണ്, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു.
അപ്പം ആ സമയത്ത് സംഭവിച്ചത് എമ്പുരാൻ ഓഫ് കോഴ്സ് നമ്മൾ ഇൻഡസ്ട്രി മൊത്തം നോക്കിക്കാണുന്ന ഒരു വലിയ സിനിമയാണ്. അപ്പം അതെ. സ്ക്രീനുകൾ കൂടുതലും ആ സിനിമക്കാണ് പോയിരുന്നത്. അപ്പൊ നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ സ്ക്രീനുകൾ ലഭിക്കാതെ പോയി എന്നുള്ളതായിരുന്നു നമ്മുടെ സിനിമക്ക് പറ്റിയ ഒരു കുറച്ചുകൂടെ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആൾക്കാർ അതിനെ പക്ഷെ അപ്പയും എമ്പുരാന്റെ ഇടയിലും നമ്മുടെ സിനിമ ചൂസ് ചെയ്യാനും നമ്മുടെ സിനിമ തേടി പിടിച്ച് കണ്ടവരുണ്ട്. ഇപ്പൊ കണ്ടുവരാനും ഒരു ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈദ് റിലീസ് ഒരു എമ്പുരാൻ ഇല്ലെങ്കിലും ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു. കാരണം വേറെ ഒരു പടങ്ങളും ഇല്ല. എമ്പുരാൻ കഴിഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് അഭിലാഷാണ്. ഞാനും അങ്ങനെ കണ്ട ഉം. ഒരാളാണ്. എമ്പുരാൻ കഴിഞ്ഞ് പിന്നെ നേരെ നെക്സ്റ്റ് അഭിലാഷം കാണാൻ, ലൈക്ക് വേറെ മൂവീസ് ഇല്ല നമുക്ക്. ആ ഒരു എമ്പുരാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോയ്സ് ഉറപ്പായിട്ടും അഭിലാഷമായിരുന്നു നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. ബട്ട് അല്ല നമുക്ക് അത് അത് ആശീർവാദ് അത് പോലെ ഒരു ചൂസ് ബിഗ് ചെയ്ത ജയൻ ആൾക്കാരുണ്ട്. അത് ഫിലിംസ്, ചൂസ് ഈവൻ ചെയ്ത് അവരൊരു അത് ചെറിയ കണ്ട പടത്തിന് ആൾക്കാരുണ്ട്. പോലും അത്യാവശ്യം 1000-1500 സ്ക്രീൻസ് ഓൾറെഡി അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ എമ്പുരാൻ പോലുള്ള പടത്തിലും നിങ്ങൾക്കും എനിക്കൊന്ന് സ്ക്രീൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അത് ആ ഒരു സിനാരിയോ അങ്ങനെ ആയിരുന്നു. നമ്മളതില് നമുക്കാർക്കും പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ല. അത് ഇറ്റ്സ് ഹാപ്പൻസ് ആക്ച്വലി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം OTT വന്നതിന് ശേഷം റിവ്യൂകളിലും അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നവർ നമ്മൾ പേഴ്സണലി വിളിക്കുന്നവരൊക്കെ പറയുന്നത് എമ്പുരാന്റെ കൂടെ അല്ലായിരുന്നെങ്കിൽ വലിയൊരു അതെ, വിജയാവേണ്ട സിനിമയായിരുന്നു എന്ന രീതിയിലാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് സിനിമ എപ്പോഴാണ് ആളുകൾ നമ്മുടെ സിനിമ ആൾക്കാർ തിയേറ്ററിൽ സ്വീകരിച്ചിട്ടുണ്ടോ, ഓഫ് കോഴ്സ് ഒരു അതിന്റെ ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സിനിമ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇഷ്ടപ്പെട്ട ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കറക്റ്റ് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് OTT റിലീസിന് ശേഷം എന്നുള്ളതാണ്. അപ്പൊ അത് ആ സിനിമയുടെ ഒരു ജേണി അങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ അതിൽ ഹാപ്പിയാണ്. ഈവൻ OTT റിലീസിന് ശേഷം എഡിറ്റേഴ്സിന് ഒരു ചാകരയായിരുന്നു. കാരണം പാട്ടുകളായാലും സീൻസ് ആയാലും എല്ലാതും ഈ എന്തോരം കുറെ അധികം എഡിറ്റുകളായിരുന്നു. ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ അഭിലാഷത്തിന്റെ ആ ഒരു റീലുകളായിരുന്നു ആ സമയം. Yes. അവിടെ പിന്നെ അല്ല എനിക്ക് അത് ചോദിക്കാനുള്ള, ഇൻസ്റ്റാഗ്രാമിന് ഭയങ്കര അതെ, നന്ദിയുണ്ട്. ഭയങ്കര അഭിലാഷം തരംഗമായിരുന്നു ആ ഒരു OTT വലിയ റിലീസിന്റെ ആ ഒരു 2 വീക്സോളം. അത്യാവശ്യം നല്ല റീച്ച് ഔട്ട് കിട്ടിയിട്ടുണ്ട് പടത്തിന്. അടുത്ത ഇനി യെസ്, നമ്മൾ കുറച്ചുകൂടെ ഫേസ്ബുക്ക് ഓഡിയൻസിന് കണക്ട് ആവുന്ന സിനിമയാണെന്ന് വിചാരിച്ചിരുന്നത്. ആ ഐ മീൻ അതായിരുന്നു നമ്മുടെ പ്രൈമറി ഓഡിയൻസ് ഉണ്ടായിരുന്നത് ഈ ഓഡിയൻസിന്. 90s നൊസ്റ്റോക്കെ. 2K അല്ലെങ്കിൽ സോക്കോൾഡ് ജെൻസി ജനറേഷന് ഇതിലെ റൊമാൻസ് ഒബ്വിയസ്ലി വർക്ക് ആവും. പക്ഷെ എത്രത്തോളം അവർ ഏറ്റെടുക്കും എന്നൊരു ഡൗട്ട് ചെറിയ എത്രത്തോളം രീതിയിൽ. അവർക്ക് കണക്ട് ആവുമെന്ന് അറിയണ്ടായിരുന്നില്ലല്ലേ. പക്ഷെ ഇത് ഞെട്ടിപ്പോയി. ആ ഇത് ഭയങ്കരമായിട്ട് അതിനെ നമുക്കിപ്പോഴും നമ്മളെ വിളിക്കുന്നവരിൽ എല്ലാ കാറ്റഗറി ആൾക്കാരും ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ. എല്ലാ ഏജിലുള്ളവരും ഉണ്ട്. നമ്മളോട് സംസാരിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരിലും ഇപ്പം എനിക്കാണേലും സേജു ചേട്ടനാണേലും നമ്മുടെ റൈറ്റർ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ എല്ലാവർക്കും മീൻസ് മറ്റു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കരമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എല്ലാ ഓഡിയൻസും ഉണ്ട് എന്നുള്ളതാണ്. ഈ മണിയറയിലെ അശോകിന് ശേഷം സ്ക്രിപ്റ്റുകൾ കേട്ടിരുന്നു ഷംസു ബ്രോ? നെക്സ്റ്റ് ഡയറക്ടോറിയലിനുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ചോയ്സ് തന്നെ അഭിലാഷത്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു? ഇല്ല, നമ്മൾ കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രൊജക്ടുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ടീമിനെയൊക്കെ വെച്ചിട്ട് അതൊക്കെ പാരലി നടക്കുന്നുണ്ടായിരുന്നു. വേറൊരു സിനിമയായിരുന്നു ചെയ്യാനിരുന്നത്. ആ ഓക്കെ. സിനിമയുടെ വർക്കുകളും കാര്യങ്ങളും അതിന്റെ സ്ക്രിപ്റ്റിംഗ്, അതിന്റെ ഇനീഷ്യൽ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ആ സിനിമയുടെ ഒരു ബജറ്റും കാര്യങ്ങളൊന്നും അപ്പോഴത്തെ ഒരു സിനാരിയോയില് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെയാണ് നമ്മളൊരു ആന്തോളജി സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ടായിരുന്നു. മധുരം ജീവാമൃത ബിന്ദു എന്ന് പറയുന്ന ഓക്കെ. ഒരു സിനിമ. അതിലാണ് ഞാനും സെയ്ജു ഗ്രൂപ്പും ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്റെ സെഗ്മെന്റിൽ പുള്ളിയായിരുന്നു ഹീറോ. അപ്പം അങ്ങനെയുള്ള ഒരു സൗഹൃദം കൊണ്ട് നമ്മൾ ഒരു ഫുൾ ലെങ്ത് സിനിമ എന്ന് പറയുന്ന ഒരു ഐഡിയ വർക്ക് ചെയ്തിട്ടാണ് അഭിലാഷത്തിലേക്ക് എത്തുന്നത്. അപ്പം അഭിലാഷം മണിയറയ്ക്ക് ശേഷം ഒരു ആന്തോളജി സിനിമ ചെയ്തു. അതിനുശേഷം സംഭവിച്ച സിനിമയാണ്. ഓഫ്കോഴ്സ് അഭിലാഷം ആയിരുന്നില്ല നമ്മളൊരു രണ്ടാമത്തെ സിനിമയായിട്ട് പ്ലാൻ ചെയ്തിരുന്നതൊന്നും. അഭിലാഷമാണ് സംഭവിച്ചത്. അത് എനിക്ക് തോന്നുന്നു അഭിലാഷത്തിലേക്ക് എത്തുമ്പോൾ എന്റെ ഒരു ഒരു ഐഡിയ എന്ന് പറയുന്നതും ഇപ്പം മണിയറയല്ല അശോകന്റെ ഒക്കെ ഒരു ടെംപ്ലേറ്റിനകത്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് അഭിലാഷം എന്ന് പറയുന്നത്. അപ്പം ആ സിനിമയുടെ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവമുള്ള സിനിമ ചെയ്യുമ്പോൾ അതിന്റെ തന്നെ ഒരു ഓൾമോസ്റ്റ് ക്രൂ ഒരുമിച്ച് ചെയ്യുമ്പം കുറച്ചുകൂടി ബെറ്റർ ആവുന്ന ഒരു സിനിമ ആവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അതായിരുന്നു നമ്മുടെ വിഷൻ, ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്ന രീതിയിലും. അപ്പൊ അത് വർക്കായി. അപ്പം അതിനുള്ളൊരു യോഗം ഉണ്ടായിരുന്നു അഭിലാഷത്തിലൂടെ എന്നുള്ളതാണ്.
ഓക്കെ. പിന്നെ ഇതിന്റെ എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കണായിരുന്നു ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കി കഴിഞ്ഞാൽ ശ്രീഹരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ അഭിലാഷത്തിൽ കൂടെയാണ് മിക്കവരും അറിയുന്നത്. ബട്ട് നമ്മ നോക്കി കഴിഞ്ഞാൽ മണിയറയിലെ അശോകനിലും ശ്രീഹരി തന്നെയായിരുന്നു. ഈവൻ അതിലത്തെ പാട്ടും അത്യാവശ്യം അന്ന് ഹിറ്റായിരുന്ന പാട്ടായിരുന്നു. ദുൽഖർ പാടിയ ഒരു പാട്ടും പിന്നെ അല്ലാണ്ട് വേറെ രണ്ട് മൂന്ന് പാട്ടും അത്യാവശ്യം അന്നും ഹിറ്റായിരുന്നു. അപ്പോൾ ഉം. എങ്ങനെ നിങ്ങളുടെ ഓള് ബോണ്ട് എന്ന് പറയുന്ന എങ്ങനെയാണല്ലേ? പാട്ട്. എന്താണ് നിങ്ങളുടെ ബോണ്ട് എങ്ങനെയാണല്ലേ? ഓള് എന്ന് പറയുന്ന പാട്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ സിനിമ മോഹമായി വന്നവരാണോ? ആ, ശ്രീഹരി 2016 ഞാനും ശ്രീഹരിയും പരിചയപ്പെടുന്നത്. ഇപ്പം ആയിഷ ED എന്നൊക്കെ പറയുന്ന ആ, സിനിമ ഡയറക്ട് ചെയ്ത ആമിർ പള്ളിക്കാൽ, ഞങ്ങൾ ആ, മനസ്സിലായി സുഹൃത്തുക്കളാണ്. മനസ്സിലായി. അപ്പം ആമിറിന്റെ നാട്ടുകാരനാണ് ശ്രീഹരി. ആമിർ ത്രൂ ആണ് ശ്രീഹരി. അപ്പം 2016 മുതൽ ഉള്ളൊരു സൗഹൃദമാണ് ഞങ്ങള്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ആ, അപ്പം ശ്രീഹരി എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ട്രാക്കുകളൊക്കെ ചെയ്ത് തന്നപ്പോൾ തന്നെ എനിക്ക് ശ്രീഹരിയിൽ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും സിനിമ ചെയ്യുമ്പം ഞാൻ നിന്നെ വിളിക്കൂടെ, നമുക്ക് ഒരുമിച്ച് ചെയ്യണോടാ എന്ന് പറഞ്ഞു വെച്ചിരുന്നൊരു ബന്ധമായിരുന്നു. അന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യത്തെ സിനിമ ഉം. ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിൽ തന്നെ വരുമെന്നോ ശ്രീഹരി തന്നെ പാർട്ട് ചെയ്യുന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ആഗ്രഹമായിരുന്നു. അപ്പം അന്നോട്ട് കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എന്റെ എല്ലാ പരസ്യങ്ങളും ശ്രീഹരിയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്റെ ആന്തോളജിയിലെ സെഗ്മെന്റ് ശ്രീഹരിയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു വർക്കിനും ശ്രീഹരി അല്ലാതെ വേറെ ഇതിലെ അതുപോലെ മ്യൂസിക്. തന്നെ അഭിലാഷത്തിലത്തെ OST അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ള ഒരു OST ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം കുറെ പേര് കാത്തിരുന്നതും OST റിലീസ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ഇത് നമുക്ക് കേട്ട് നോക്കുമ്പോൾ ആ ഒരു തട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു സോങ് ആണ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മിക്ക സീൻസിലും അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻസ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മിക്ക മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നത് തന്നെയാണ്. ലൈക്ക് അനിരുദ്ധ ആയാലും ഈവൻ ആനിമലായാലും പാപ്പ മെരിസ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ആ ഒരു സോങ്ങിൻ്റെ ഓൾട്ടർനേറ്റീവ് വേർഷനാണ് ക്ലൈമാക്സിനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡയറക്ടേഴ്സ് ചോയ്സ് ആയിരുന്നു അല്ലെങ്കിൽ ശ്രീഹരി ബ്രോ തന്നെ അത് ചെയ്തു നോക്കിയതാണ്? നമ്മൾ ഒരുമിച്ചിരുന്നുള്ള ഒരു പ്രോസസ് ആയിരുന്നു മ്യൂസിക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. ശ്രീഹരിയോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എഡിറ്റർ നിംസ് ഞാൻ നിംസിനും ഈ ജേണിയിൽ ഭയങ്കര ഒരു റോൾ ഉണ്ട്. കാരണം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എഡിറ്റിന്റെ സമയം തന്നെ നമ്മൾ മ്യൂസിക്കലി ഇത് ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളൊരു പ്ലാൻ നമ്മുടെ എഡിറ്ററോടും കൂടി ഒരു ഒപ്പീനിയനിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തട്ടത്തിലാണ് നമ്മൾ ഒരു ഫുൾ സോങ് എന്ന രീതിയിൽ നമ്മൾ അഭിലാഷത്തിന് വേണ്ടി ആദ്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സാധ്യത അറിയാമായിരുന്നു. അപ്പം ഈ പ്രണയം തുടങ്ങുന്നതായിട്ടാണല്ലോ നമ്മൾ തട്ടത്തിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അപ്പം ആ സിനിമയുടെ ഒരു ത്രൂ ഔട്ട് ജേണിയിൽ തട്ടത്തിന്റെ എലമെന്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ആ സിനിമയുടെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു ജേണിയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയത്. കാരണം മറ്റു സുമഹാസിതയാണേലും സുനോനയാണേലും ഈവൻ കൽബിനകമയാണേലും അത് അതെല്ലാം സിറ്റുവേഷൻ അനുസരിച്ച് വന്നു പോകുന്ന പാട്ടുകളാണ്. പക്ഷെ തട്ടത്തിൽ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ബിഗിനിങ് മുതൽ സിനിമ തീരും വരെ കൂടെ പോവേണ്ട ഒരു ടോട്ടാലിറ്റിയിൽ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സോങ് ആണ്. അപ്പം സോങ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തട്ടത്തിൽ എന്ന് പറയുന്ന പാട്ട് ആദ്യം ഇറക്കിയത്. തട്ടത്തിൽ ഇഷ്ടപ്പെടുന്നവര് അഭിലാഷം വന്ന് കാണാനാണ് ഞങ്ങൾ പ്രൊമോഷൻ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിൽ മെയിൻ ഫ്രഷ്നെസ് ആയി തോന്നിയത് ഇതിന്റെ ട്രെയിലർ കട്ട്സും കളർ ഗ്രേഡിങ്ങും എല്ലാം ആണ്. ഞാനത് ട്രെയിലറിന് ശേഷം ഷംസൂടോയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇതിന്റെ കളർ ഗ്രേഡിങ് ആൻഡ് ട്രെയിലർ കട്ട്സിന്റെ പറഞ്ഞിട്ട്. നമുക്കപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ മലയാള സിനിമയിൽ അങ്ങനെ കണ്ടുവന്നിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് അല്ല, ഇല്ല, കുറച്ച് സാച്ചുറേഷൻ കൂടിയൊരു ടൈപ്പാണ്. ഈവൻ ആ പച്ചപ്പൊക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്ന ഒരു അത് ഷംസു ബ്രോന്റെ വല്ല റെഫറൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ടീമിന് കളർ ഗ്രേഡിങ്ങിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നോർമൽ ആയത് വന്നാണോ? അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറാമാൻ DOPക്ക് മീൻസ് DOP സജാദ് കാക്കു, പിന്നെ നമ്മുടെ കളർ ചെയ്തിരിക്കുന്ന ബിലാലാണ്. ബിലാൽ റഷീദ് ഒരു കമ്പാരിറ്റീവ്ലി ന്യൂ കമർ ആയിട്ടുള്ള ഒരു കളറിസ്റ്റ് ആണ് സിനിമയിൽ. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കളർ ചെയ്യുന്ന നല്ല ഗംഭീര കളറിസ്റ്റ് ആണ്. അപ്പം അവര് തമ്മിലുള്ള ഒരു റാപ്പ് പോലാണ് നമുക്ക് ആ ഒരു കളറിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കുറച്ച് കണ്ണിന് കുളിർമ ഉണ്ടായിരിക്കണം, കേൾക്കാൻ കുറച്ച് സൂത്തിങ് ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഓൾറെഡി നമ്മൾ കുറച്ച് ലൈവ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലൊക്കേഷൻസുകളാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഒബ്വിയസ്ലി നമ്മുടെ ഫൂട്ടേജിനുണ്ട്. അപ്പം അതിനെ ഏറ്റവും നല്ല വൃത്തിയിൽ തിയേറ്ററിൽ കാണുമ്പം
നല്ല പ്ലസന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഗ്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബിലാലിന്റെ ടാസ്ക്. അത് ബിലാൽ ഭയങ്കര രസമായിട്ട് ചെയ്തു. അതെ, രണ്ടുപേരുടെയും വളരെ മനോഹരമായിരുന്നു. അത് തിയേറ്ററിൽ കാണുമ്പോഴായാലും ഈവൻ നമ്മ OTT കാണുമ്പോഴായാലും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ് യെസ് യെസ്. അത് രണ്ടുപേരുടെയും കാക്കുവിന്റെയും ബിലാലിന്റെയും അവർ രണ്ടുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളും അതിൽ കൃത്യമായിട്ട് കൂടെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല നമ്മുടെ ഗ്രേഡിലേക്ക് വന്നപ്പം. നമ്മളൊരു തുടക്കത്തിൽ നമ്മൾ ഫിക്സ് ചെയ്ത ഒരു ഗ്രേഡിൽ തന്നെ നമ്മൾ ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ആണല്ലേ, ഓക്കെ. പിന്നെ ബ്രോക്ക് ഈ യങ് ഡയറക്ടറായിട്ട് ഈ ഫസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ എന്തായിരുന്നു ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈക്ക് ഏതൊരു യങ് ഡയറക്ടറിനും ലൈക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അധികം സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സിനിമയിലോട്ട് എത്തിപ്പെടാൻ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. പിന്നെ ആദ്യ പടം തന്നെ DQ വേഫെയർ പ്രൊഡക്ഷൻസ് ബാക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരുന്നു ആ ഒരു സ്ട്രഗിൾ, എന്തായിരുന്നു ഈ ഫസ്റ്റ് പടം ഒന്ന് അപ്പായി കിട്ടാനുള്ളത്? എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ സിനിമ കാണുന്നതിനേക്കാളും എന്റെ സ്ട്രഗ്ലിംഗ് ഫേസ് എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കഴിഞ്ഞിട്ടാണല്ലേ, സിനിമയുടെ ഓക്കെ. ആദ്യത്തെ സിനിമ ഓഫ് കോഴ്സ് അതൊരു വലിയ വിജയമായിരുന്നില്ല. അതിന് ആഹ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതെ പോയ സിനിമയാണ്. അത് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. മണിയറ അശോകൻ അത് ഇഷ്ടപ്പെട്ട ഓഡിയൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ മെജോറിറ്റി ആ സിനിമ ഇഷ്ടപ്പെടാത്ത ഓഡിയൻസ് ആണ്. അതൊരു മേക്കർ എന്ന രീതിയിൽ ഞാൻ ആ സിനിമ റിലീസായ അന്ന് തന്നെ ഞാൻ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പം അടുത്തത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആവണം, ഇതിലെ തെറ്റുകൾ തിരുത്തണം, പുതിയ തെറ്റുകളെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആയ ഡയറക്ടേഴ്സിനെ പോലെ ആയിരിക്കില്ല ആഹ് ആദ്യത്തെ അറ്റംപ്റ്റ് ഭയങ്കരമായിട്ട് സക്സസ് ആവാത്ത ഡയറക്ടേഴ്സിനും മറ്റു ടെക്നീഷ്യൻസിനും ഒക്കെ. ഇപ്പം ശ്രീഹരി കെ നായരാണേലും ആദ്യത്തെ സിനിമയിലും പാട്ടുകൾ ഹിറ്റാണ്. പക്ഷെ അയാൾക്ക് വേണ്ട റെക്കഗ്നീഷൻ കിട്ടാൻ അയാൾ ഒരു വിജയ സിനിമയുടെ ഭാഗമാവേണ്ടി വന്നു. അപ്പം അതൊരു ഒരു ഒരു പ്രോസസ്സാണ്. അപ്പം ഞാൻ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങളും. അതെന്റെ ഞാൻ എടുത്ത വേയുടെയും അതുപോലെ തന്നെ ഞാൻ ചൂസ് ചെയ്ത മെത്തേഡ്സിന്റെയും ഒക്കെ ഗുണമായിട്ട് എനിക്കറിയാം. എന്നെക്കാളും ഒരുപാട് കഴിവുള്ള അസോസിയേറ്റ് ഡയറക്ടർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാരും റൈറ്റേഴ്സും ഒക്കെ ഇപ്പോഴും സിനിമയിൽ എത്തിപ്പെടാതെ അല്ലെങ്കിൽ കൃത്യമായ ലാൻഡിങ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവിടെ ഷംസു സൈബ എന്ന് പറയുന്ന ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എന്റെ റൂട്ടിന്റെ ഞാനത് ചെയ്യുന്ന വഴികളുടെ എന്റെ വർക്കിന്റെ റിസൾട്ട് ആയിട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്ട്രഗിൾ ഒന്നും ആയിരുന്നില്ല. ഓഫ് കോഴ്സ് അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിലീസിന് ശേഷമാണ് മണിയറ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു 2-3 വർഷമായിരുന്നു എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രോപ്പർ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ ഒരു പീരീഡ് ഇനി ലൈഫിൽ ഉണ്ടാവരുതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത സിനിമയെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇനി സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാണ് നമ്മൾ. പക്ഷേ ആദ്യത്തെ അത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു സന്തോഷവും സമാധാനവും ഉണ്ട് ഇപ്പം അഭിലാഷത്തിന് ശേഷം. ഇത് ഫസ്റ്റ് ഇനീഷ്യൽ പിച്ചിൽ തന്നെ വേഫെയർ പ്രൊഡക്ഷൻസ് ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ പിച്ച് ചെയ്യുന്നത് അഗ്രിഗേറ്റ് വേഫെയറിനോടാണോ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷൻ ഹൗസ് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ? നമ്മളൊരു വളരെ കാഷ്വലി ഒരു പ്രൊഡ്യൂസറോട് ഈ സിനിമ പറഞ്ഞിരുന്നു. ആഹ് അല്ല, അതൊരു പക്ഷെ ഒരു അടുത്ത സ്റ്റെപ്പ് മീറ്റിങ്ങുകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വളരെ കാഷ്വലി നമുക്ക് സിനിമയിൽ പരിചയമുള്ള ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് നമ്മൾ ഈ സിനിമ പിച്ച് ചെയ്തിരുന്നു. അത് പക്ഷെ കാരണം നമ്മൾ വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്നൊരു പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇത് ചെയ്താലോ എന്നുള്ള ഡിസ്കഷൻ മാത്രം പോയിരുന്നു. പക്ഷെ അതിലപ്പുറത്തേക്ക് ഇതിനൊരു പ്രോപ്പർ സോളിഡ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പിച്ച് ചെയ്യുന്നത് വേഫർ തന്നെയാണ്. അത് ഗ്രിഗറിയിലൂടെയാണ് നമ്മൾ അത് പിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണത് അന്ന് വേഫർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഫോം ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. DQ പ്രൊഡക്ഷൻ നോക്കുന്ന അല്ലെങ്കിൽ സിനിമകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്താണ് നമ്മൾ അവിടെ ഒരു കുഞ്ഞു ക്യൂട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൊണ്ട് പോകുന്നത്. ഓഫ് കോഴ്സ് അതിന്റെ ഐഡിയ കുറച്ച് റിസ്കി ആയിരുന്നു, ട്രിക്കി ആയിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത സബ്ജക്റ്റ് കുറച്ച് ഓഫ് കോഴ്സ് അത് എത്രത്തോളം ആൾക്കാർക്ക് കണക്ട് ഇപ്പോഴും അത് ആയെന്ന്. അറിയുമെന്ന് അറിയില്ല. ഒരു വലിയ എക്സ്പെരിമെന്റ് ആയിരുന്നു ആക്ച്വലി. അതെ. അത് അതൊരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ടില് റൊമാൻറ്റിസൈസ് ചെയ്ത് പാട്ടും മ്യൂസിക്കും വിഷ്വലും ഒക്കെ വെച്ചിട്ട് അതിന്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പറയാനാണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയത്.
അപ്പം ഇവിടേക്ക് അഭിലാഷത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെന്റ് പാർട്ട് ഒന്ന് കട്ട് ചെയ്തു. അതേ ആ. ഒരു സാധനം ടെംപ്ലേറ്റ് കീപ്പ് ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഡി ക്യൂവിന്റെ ഈ ഒരു ക്യാരക്ടർ ഓൾറെഡി പടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ തന്നെ. ആ ഡി ക്യൂനായി എഴുതിയതാണോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഹൗസ് ഓൾറെഡി കിട്ടിയത് കൊണ്ട് ദുൽഖറിനെ വെച്ച് ചെയ്യാന്ന് അല്ലല്ല, പ്ലാൻ? അങ്ങനെ ഒരു കഥയില് ദുൽഖറിന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഡിക്ക് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം അതിൽ ചെറിയ ആൾട്ടർനേഷൻസുകൾ സബ്ജക്റ്റിൽ വന്നിട്ടുള്ളൂ. ഈവൻ ഡിക്കും സണ്ണിയും അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ സിനിമയിലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ദുൽഖറൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മള് പിക്ചറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ നേവി ഓഫീസർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി അത് കണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോ പറ്റിയ ആ മൂഡിലാണ് നമ്മള്. അല്ലാതെ നമുക്കത് ചെയ്യാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലല്ലല്ലോ നിൽക്കുന്നത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, പുള്ളി അത് ഹാപ്പി ആയിട്ട് വന്ന് ചെയ്തതാണ്. അപ്പം പിന്നെ പാട്ട് പാടുന്നത് പുള്ളി പാടാന്നുള്ളതൊക്കെ നമ്മൾ പിന്നീടുള്ള ഡിസ്കഷനിൽ തീരുമാനിച്ചതാണ്. അങ്ങനെ ദുൽഖറിന്റെ ഒരുപാട് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. അനുപമ വരുന്നത്, നസ്രിയ വരുന്നത്, അതൊക്കെ ഡിക്യുന്റെയും ഗ്രിഗറിയുടെയും ഒക്കെ ഇൻവോൾവ്മെന്റ് അതിൽ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസും അങ്ങനെ ഒരു ടീമും കൂടെ ഉള്ളത് കൊണ്ടാണ്, ഈവൻ ഓഫ് കോഴ്സ് ഡി ക്യു എന്ന് പറയുന്ന ഒരാളുടെ ബാക്കപ്പ് അവിടെ കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ് സിനിമ അങ്ങനെ ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് കാസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിന്റെ ഭാഗമായത്. അത് നമുക്കൊരു വലിയ ബാധ്യതയായി അവസാനം. ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഭയങ്കരമാണ്. അതെ. നസ്രിയേനെ എനിക്ക് തോന്നുന്നു നസ്രിയ അധികം ഇപ്പൊ മലയാള സിനിമകളിൽ അധികം അഭിനയിക്കാറില്ല. അപ്പൊ നസ്രിയേനെ ആ ഒരു സമയം മനീടയിൽ അശോകനെ കിട്ടാൻ എങ്ങനെയായിരുന്നു? കുറച്ച് ഒന്ന് പറയേണ്ട വന്നു. ഇല്ല ഇല്ല ഇല്ല, അവിടെ അതാ പറഞ്ഞത്. അത് ഗ്രിഗറി ചേട്ടനായിരുന്നു നമ്മള് നസ്രിയായിട്ട് നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തന്നത്. ഞാനും ഗ്രിഗറിയും നമ്മുടെ റൈറ്ററും ഞങ്ങൾ ഒരുമിച്ച് ആണ് പുള്ളിക്കാരുടെ അടുത്ത് കഥ പറയുന്നത്. കഥ പറഞ്ഞു, ബേസിക് ആയിട്ട് കഥ പറഞ്ഞു, ഇതാണ് ഐഡിയ എന്ന് പറഞ്ഞു, ഇതാണ് ക്യാരക്ടർ, ഇത്ര ദിവസത്തെ ഗസ്റ്റ് റോൾ ആണ് എന്നും പറഞ്ഞു. പുള്ളിക്കാരി ചെയ്യാന്ന് പറഞ്ഞു. ചെയ്യാം. അങ്ങനെ ആ, അത് അങ്ങനെ സംഭവിച്ചതാണ്. ആണല്ലോ. ആരെയും നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് അതാണ് പറയുന്നത്. ഇപ്പം ഫസ്റ്റ് സിനിമയിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു എന്ന് പറയുന്നതിന്റെ കാര്യമില്ല. അവിടെ മുന്നിൽ ദുൽഖർ സൽമാൻ ഉണ്ട്. ഉണ്ടായിരുന്നു അല്ലേ? അത് നമ്മളൊന്നുമല്ല, നമുക്ക് അവിടെ റോളില്ല. അപ്പം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉള്ളപ്പം നമുക്ക് നോ ടെൻഷൻ. അപ്പം ആ- കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി, ആദ്യം അഡ്വൈസുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഡി ക്യു വേഫെയർ പ്രൊഡക്ഷൻ ലോക്ക് ചെയ്തതിന്റെ പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നല്ലോ ഒരു ന്യൂ കമർ അതെ, ഡയറക്ടറിനൊക്കെ വെച്ചു. നമുക്ക് പിന്നീട് ടെൻഷൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു സപ്പോർട്ട് ഭീകരമായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അതിനുശേഷമുള്ള ജേണിയിലേക്ക് എത്തുമ്പോഴാണ് പിന്നീട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനും ഒക്കെ പറ്റിയത്. ഇപ്പം അഭിലാഷത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാസ്റ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നമുക്കൊരു ഒരു കുറച്ചുകൂടെ ബിഗീസിലേക്കോ കാര്യങ്ങളിലേക്കൊക്കെ പോവാൻ പറ്റാത്ത ഒരുപാട്, നമ്മുടെ ബജറ്റിന്റേതും നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവത്തിന്റെ ഒക്കെ ആം, ഒരു ലിമിറ്റേഷൻസ് അഭിലാഷത്തിനുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ സിനിമയിൽ അങ്ങനത്തെ ലിമിറ്റേഷൻസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ഈ സിനിമയോടുള്ള പാഷൻ എപ്പോഴായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ലൈക്ക് ചെറുപ്പം മുതലേ ഉണ്ടോ ഈ സിനിമയോടുള്ള ഒരു പാഷൻ? ലൈക്ക് സിനിമ അല്ലെങ്കിൽ ഈ ഒരു ഡിറക്ഷൻ ഫീൽഡിലോട്ട് ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷണൽ ഡയറക്ടേഴ്സ് ഉണ്ടോ അങ്ങനെ ഷംസുഖ്ക്ക്? ഞാനങ്ങനെ സിനിമയോട് ഇഷ്ടം ചെറുപ്പം തൊട്ടേ ഉണ്ട്. കാരണം സിനിമ കാണുന്നതായിരുന്നു ഏറ്റവും ചെറുപ്പത്തിലെ ഇഷ്ടം ഉണ്ടായിരുന്ന ഹോബി. ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നതിനൊക്കെ എനിക്കിഷ്ടം സിനിമ കാണുന്നതായിരുന്നു. അപ്പം സിനിമ ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് അന്നേ അറിയാം. പക്ഷെ അത് സംവിധാനമാണ് ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും ഞങ്ങൾ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ നാടകങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്ത്, അപ്പോഴാണ് നമുക്ക് ഇതിലൊരു രസമുണ്ട്. ഇപ്പം ആക്ടിങ് പരിപാടികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആക്ടിങ്ങിനേക്കാളും നമ്മൾക്ക് എക്സൈറ്റ്മെന്റും കിക്കൊക്കെ കിട്ടുന്നത് ഇത് ചെയ്യുമ്പോഴായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ സംവിധായകന്റെ പേര് നോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് അൻവർ റഷീദിന് ഭയങ്കര ഇഷ്ടമുള്ള യാ. സംവിധായകനാണ് അൻവർ ഇതിൽ പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലുള്ള സിനിമകൾ കാണാനും ചെയ്യാനുമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. അപ്പം ആം, ഞാൻ മണിയറ പിച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഈ പറഞ്ഞ നസ്രിയയുടെ അടുത്ത് കഥ പറയാൻ പോകുന്നത് ട്രാൻസിറ്റ് ലൊക്കേഷനിലാണ്.
അപ്പം അവിടെ വെച്ച് പുള്ളി ട്രാൻസ് ഷൂട്ട് ചെയ്യുന്നത് ലൈവായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നല്ല മൊമെന്റ്സ് ആണ് അതിപ്പോ ഒരു പുള്ളി. ഫാനിനെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യാണ് അൻവർ റഷീദിന്റെ ഡിറക്ടോറിയൽ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ. Yes, 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 yes. അപ്പൊ അങ്ങനെ ഭയങ്കര ഇതാ ഇതിന്റെ ഒരു ജേണി ഇങ്ങനെയാണ്. പാഷൻ സിനിമ ഇഷ്ടമാണ്, സിനിമയിൽ ഡയറക്ടർ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മൊമെന്റിലാണ്. പിന്നെ അവിടെ തൊട്ട് അതിനുള്ള ശ്രമങ്ങളായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് 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 അങ്ങനെ വരുക. പക്ഷെ അപ്പയും നാളെ സിനിമ ചെയ്യും അല്ലെങ്കിൽ സിനിമയിൽ എത്തും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഇത് എവിടെയാണ്, ഇത് എങ്ങനെയാണ് സിനിമയിൽ എത്തുക എന്നുള്ളത് പോലെ അറിയാത്തൊരു സമയവും സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നത്. അപ്പം എപ്പോഴാണ് ഈ അങ്ങനെയാണ് സിനിമ. ക്രിയേറ്റീവ് ഫീൽഡാണ് എൻ്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കിയത്? ഈ ഒരു ക്രിയേറ്റീവ് ഏരിയ ആണ് എൻ്റെ ഫീൽഡ് എന്ന് എപ്പോഴായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴും ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴും എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ അറിയുന്ന ജോണർ എന്താന്ന് പോലും എനിക്കറിയില്ല. ഇല്ല. ഞാൻ ഈ ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഇമോഷണൽ സിനിമകള് അല്ലെങ്കിൽ ലവ് എലമെന്റ് ഉള്ള സിനിമകളൊക്കെ അപ്പുറത്തേക്കുള്ള ഒന്നും ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. എനിക്ക് ത്രില്ലർ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആക്ഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇത് എല്ലാ സംഭവങ്ങളും നമ്മള് ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ ക്രിയേറ്റീവ് ആണ് എന്റെ പരിപാടി എന്നുള്ളത് എനിക്ക് അങ്ങനെ ഇന്ന മൊമെന്റിലും തോന്നിയതൊന്നല്ല. നമുക്ക് ഇഷ്ടം അതായിരുന്നു ചെയ്യുമ്പോൾ. നമ്മൾ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ഭാഗമാവുന്നത് നമ്മൾ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്, അതിന്റെ കോർഡിനേഷനുകളിലാണ്, ഡ്രാമയിലാണ്, മൈം സ്കിറ്റ് പോലുള്ള സംഭവങ്ങളിലാണ് നമുക്ക് അതിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഐഡിയ ഉണ്ടില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, എനിക്ക് അതുപോലുള്ള ഒരു എനിക്ക് നന്നായി ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല, ഫുട്ബോൾ കളിക്കാൻ അറിയില്ല. അതൊന്നും അല്ലെങ്കിൽ അതിലൊന്നും എനിക്ക് ഷെയിൻ ചെയ്യാനോ എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ പറ്റുന്ന ഒരു മേഖലകളായിരുന്നില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. നമ്മളെ ലൈവായിട്ട് നമുക്ക് ജീവൻ തരുന്ന ഒരു പ്രോസസ്സ് ഇതിലുണ്ടായിരുന്നു.